ആദിത്തമ്പുരാനെ, 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 കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. വളരെ പെട്ടെന്ന് തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ ടോപ്പിലേക്ക് കയറി വന്ന ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. കൊമേഴ്ഷ്യൽ പടങ്ങളോടുള്ള പുള്ളിയുടെ ഒരു റിയലിസ്റ്റിക് മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹത്തെ വളരെ ഡിഫറന്റ് ആക്കുന്നത്. പക്ഷെ ഇത് മാത്രമാണോ ലോകേഷിന്റെ പടങ്ങൾ ബോക്സ് ഓഫീസ് തലത്തിലേക്ക് കയറാൻ കാരണം? അല്ല എന്നതാണ് സത്യം. നമുക്ക് നോക്കാം ലോകേഷ് കനകരാജ് എന്ന ബിസിനസ്മാനെ പറ്റി, അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് ഐഡിയയെ പറ്റി. ഇത് സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല, ബിസിനസ് നടത്താൻ പോകുന്നവർക്കും അതുപോലെ നടത്തുന്നവർക്കും ഇതിലെ മെത്തേഡ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ലോക്കിയുടെ ആദ്യ പടമായിരുന്നു മാനഗരം. പുതുമുഖങ്ങളെ വെച്ചിറക്കിയ പടം പുള്ളിയുടെ ലൈഫിൽ നിന്നുണ്ടായ പടമാണെന്ന് പറയുന്നു. ആദ്യ പടമായതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കി പടം ഹിറ്റ് ചെയ്യാനായി മാക്സിമം പുള്ളിയുടെ സൈഡിൽ നിന്ന് നോക്കി. അതായത് ഒരു നോർമൽ തമിഴ് പടം ആ സമയത്ത് തമിഴ്നാട്ടിൽ ഹിറ്റ് ആവണമെങ്കിൽ മെയിൻലി കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്. ആക്ഷൻ സീൻസ്, റൊമാൻസ് സീക്വൻസസ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്. ഈ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് ഒരു തമിഴ് ചിത്രം വിജയിക്കുമായിരുന്നുള്ളൂ. ഈ എലമെന്റ്സ് എല്ലാം വെച്ച് റിയലിസ്റ്റിക് ആയി തന്നെയാണ് ലോകേഷ് മാനഗരം എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കണ്ണിൽ ലോക്കിയുടെ ഫസ്റ്റ് പടം എന്താണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ആളുകൾ ഒറ്റ ഉത്തരവേ പറയൂ: കൈദി. എങ്ങനെ അത്ര റീച്ചിലേക്ക് കയറി? അതായത് മാനഗരത്തിന്റെ സെയിം പ്രൊഡ്യൂസറായ SR പ്രഭുവിനെ വെച്ചൊരു പടം കൂടി. അതുപോലെ ത്രില്ലറിൽ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, പോരാതെ മാനഗരത്തിലേതുപോലെയുള്ള പുള്ളിയുടെ യുണീക്ക് ചേരുവകൾ. അതായത് അതിൽ പേരുകളായിരുന്നു മിസ്സിംഗ് എങ്കിൽ ഇതിൽ വേണ്ട എന്ന് വെച്ചത് നായികയായിരുന്നു. ഹീറോയിൻ എന്ന കാസ്റ്റ് ഇല്ലാത്ത, എന്നാൽ അതിനെ ഒട്ടും തന്നെ തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു കൈദി ക്രിയേറ്റ് ചെയ്തത്. ബിരിയാണി സീൻ, റെട്രോ ഫൈറ്റ് സീൻ എല്ലാം തന്നെ വളരെയധികം വർക്കായി അതിൽ. ഇതെല്ലാം ആദ്യ പരീക്ഷണമായിരുന്നു ലോക്കിയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ബോക്സ് ഓഫീസിന് കാരണം ഇതല്ല, ഇറങ്ങിയ ടൈമായിരുന്നു. ബിഗിലിനൊപ്പമായിരുന്നു കൈദി റിലീസ്. അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, വാഴയുടെ ഒപ്പം ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന്, ഇവിടെ അത് തന്നെ. അതായത് ബിഗിലിനൊപ്പം എന്ന് പറയുമ്പോൾ തലപതി ഹേറ്റേഴ്സ് അതുപോലെ തന്നെ ചില ഫാൻസും കൈദിക്ക് കയറും. ബിഗിലിലും ബെറ്റർ എന്ന് കാണുമ്പോൾ സ്റ്റാർഡത്തിൽ വീഴുന്ന കളക്ഷന്റെ 1% കളക്ഷൻ കൈദിക്ക് വീഴും. ബിഗിൽ മിക്സഡ് റിവ്യൂവിൽ 300 കോടി കളക്ഷൻ കയറിയപ്പോൾ കൈദി 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഫ്രം ഹിയർ സ്റ്റാർട്ട്സ് ദ റിയൽ ഗെയിം. ക്ലാഷ് വിളിച്ച അതേ നടനെ വെച്ച് മാസ്റ്റർ എന്ന ചിത്രം ചെയ്യുന്നു. സ്റ്റാർഡം പ്ലസ് ആക്ടിംഗ് രണ്ടും കൂടി മെർജ് ചെയ്ത ഒരു ചിത്രം. ബട്ട് ലോക്കി പറഞ്ഞത് ആദ്യം തന്നെ ഫാൻസ് ഉൾക്കൊള്ളുമോ എന്നായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം അതിന് കാരണം. ഇതിൽ വിജയ് സേതുപതിയുടെ ഭവാനിക്കാണ് കൂടുതൽ സ്പേസ് അതുപോലെ ഡെപ്ത് ഉള്ളത്. JD എന്ന ക്യാരക്ടർ വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സേതുപതി തനിയെ വന്നാൽ ബോക്സ് ഓഫീസ് പുൾ ചെയ്യില്ലെന്നും മറിച്ച് തലപതിയെ കൊണ്ടിട്ടാൽ ബോക്സ് ഓഫീസ് കയറുമെന്നും ലോക്കിക്ക് അറിയാമായിരുന്നു. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭവാനി ഹോൾഡ് ചെയ്തപ്പോൾ ബോക്സ് ഓഫീസ് ഹോൾഡ് ചെയ്തത് JD ആയിരുന്നു. അതുപോലെ ലോക്കിക്ക് അത് ഇമ്പോർട്ടൻറ്റുമായിരുന്നു. കാരണം കൈദി 100 അടിച്ചെങ്കിൽ അടുത്തത് അതിന് മുകളിൽ ഗ്രോസ് കയറിയില്ലെങ്കിൽ അത് ലോക്കിയുടെ കരിയറിൽ ഒരു വലിയ ക്ഷീണമായി മാറുമായിരുന്നു. മാസ്റ്റർ 250 കോടിയായിരുന്നു ഗ്രോസ് നേടിയത്. വിക്രം ലോക്കിയെ ഇന്ത്യ ഫുൾ ഇൻഫ്ലുവൻഷ്യൽ ആക്കിയ പടം. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ 100% ലോകേഷ് പടമെന്ന് പറഞ്ഞാലും ബോക്സ് ഓഫീസിനെ പുൾ ചെയ്യാൻ ലോകേഷ് ഒരു പണി ചെയ്തിരുന്നു. അതായത് പഴയ കമൽ ചിത്രം വിക്രത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് രൂപത്തിൽ കമലിന്റെ തന്നെ പല ചിത്രത്തിന്റെ റെഫറൻസ് സീനുകൾ വെച്ച് കൈദി കണക്ട് ചെയ്യിപ്പിച്ചു. ഇനി ബോക്സ് ഓഫീസിന്റെ മറ്റൊരു സൈഡ് കേട്ടോ. ലോകേഷ് എത്ര വലിയ DC മാർവൽ ഫാനാണെന്ന് നമുക്കറിയാം. ഇതിൽ പുള്ളി കൊണ്ടുവന്ന പാറ്റേൺ മാർവലിന്റെ ദി അവഞ്ചേഴ്സ് എന്ന ചിത്രത്തിന്റെ അതേ മാർക്കറ്റിംഗ് രീതിയായിരുന്നു. വലിയ ഹൈപ്പ് കൊടുക്കാതെ സൈലന്റ് ആയി വന്ന് പോപ്പുലാരിറ്റി ആയ പടം. ഒരു യൂണിവേഴ്സിന്റെ ബിഗിനിങ്. കേരളത്തിൽ റീച്ച് കൂട്ടാൻ ഫഹദ് ഫാസിൽ, ചെമ്പൻ വിനോദ് എന്നിവരെയും സൂര്യയെ സ്പെഷ്യൽ അപ്പിയറൻസിൽ എത്തിച്ചു. പുള്ളിയുടെ മെയിൻ എലമെന്റ് ബിരിയാണി സീൻ, റെട്രോ ഫൈറ്റ് സീൻ ഇതിൽ പ്ലേസ് ചെയ്തു. പടം കയറി കൊളുത്തി. പോരാത്തിന് ഹിന്ദി റിലീസും ഉണ്ടായിരുന്നു, അവിടെയും പോപ്പുലാരിറ്റി വീണു. അടുത്ത ചിത്രം ലിയോ. വിജയ് കോംബോ ലോക്കിയുടെ കൂടെ വീണ്ടും വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹൈപ്പായി. ഫാൻസുകാരും ഡീകോഡിംഗുകാരും പട LCUവിൽ തന്നെ എന്ന് വന്ന വീഡിയോസ് വന്നു തുടങ്ങി. ലോക്കിയുടെ സെയിം എലമെന്റ്സ് ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രം വിത്ത് LCU. ബട്ട് ബോക്സ് ഓഫീസിന് പുള്ളി ഇൻസ്പയർ ചെയ്ത ചിത്രത്തിന്റെ അതേ സ്ട്രാറ്റജി ഇവിടെയും ലോക്കി യൂസ് ചെയ്തു. പടത്തിന്റെ പോസ്റ്റേഴ്സ് വന്നപ്പോൾ LCUവിന്റെ ഒരു ക്ലൂ പോലും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ടായിരുന്നു, ഇനി അങ്ങനെ നോവേ ഹോമിന്റെ അതേ സ്ട്രാറ്റജി ആണോ? ഒന്നും തെറ്റിയില്ല, അത് തന്നെയായിരുന്നു. കാരണം ഇത് LCU ആണോ എന്ന് ലോക്കിയോട് ചോദിക്കുമ്പോൾ പടം വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളി സ്കൂട്ടായി. നോവേ ഹോമിന്റെ ട്രെയിലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ടോബി മഗ്വയറും ആൻഡ്രൂ ഉള്ള കാര്യം കാണിച്ചിട്ടില്ല. ഇതിന്റെ ട്രെയിലറിലും അങ്ങനെ തന്നെ LCUവിന്റെ ഒന്നും തന്നെ ഇല്ല.
ഒരു റെഗുലർ വിജയ് ചിത്രം എന്ന രീതിയിലായിരുന്നു ട്രെയിലർ. പക്ഷേ പടം വന്നപ്പോഴോ, ഇത് ചെയ്യാൻ കാരണം തിയേറ്ററിൽ വരുമ്പോൾ ഇത് വർക്കാവുമെന്നും അത് ബോക്സ് ഓഫീസിനെ പുൾ ചെയ്യാൻ സഹായിക്കുമെന്നും പുള്ളിക്ക് വെള്ളം പോലെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇടയിൽ ലിയോയുടെ പ്രൊഡ്യൂസർ ലളിത് കുമാർ LCU ഫാൻസിന്റെ നിർബന്ധം കാരണം വെച്ചതാണെന്നൊക്കെ തള്ളായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അത്ര ക്ലിയർ ആയിട്ടാണ് LCU എലമെന്റ്സ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലിയോ ബോക്സ് ഓഫീസ് 600+ ക്രോർസ്, വെർഡിക്റ്റ് ബ്ലോക്ക് ബസ്റ്റർ. ലോകേഷിന്റെയും തലപതിയുടെയും കരിയർ ഗ്രോസ് ആയിരുന്നു ലിയോ. അപ്പോൾ ഇതാണ് ലോകേഷിന്റെ ബോക്സ് ഓഫീസ് മാസ്റ്റർ മൈൻഡ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായി കാണുന്നവരെ ബൈ.